ഹായ് ഗായ്സ്, ഇന്ന് അമ്മ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് 5 മാസമായപ്പോഴാണ് ഞാൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അനിച്ചേട്ടൻ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ തന്നെയായിരുന്നു കൂടുതലും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നത്. പിന്നെ വൈകിട്ടൊക്കെ വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യും. ഒഴിവ് ദിവസങ്ങളിലൊക്കെ എന്നെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കാതെ ആൾ സ്വയം ഏറ്റെടുത്തെല്ലാം ചെയ്ത് തരാറുമുണ്ട്. എന്നാലും നമുക്ക് നാട്ടിലത്തെ ഫുഡ് അതൊരു സ്പെഷ്യലല്ലേ. അതും അമ്മ ഉണ്ടാക്കി തരുമ്പോൾ അതിനൊരു പ്രത്യേക രുചി ഉണ്ടാവും. ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ അമ്മോട് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ പൊതിച്ചോറ്. അപ്പോൾ ഇന്ന് ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ പൊതിച്ചോറ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത കുറച്ചധികം ഐറ്റംസ് വെച്ചിട്ടാണ് ഇന്നത്തെ പൊതിച്ചോറ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ചുട്ടരച്ച ചമ്മന്തിയാണ്. അതിനായിട്ട് ആദ്യം തന്നെ വറ്റൽമുളകിനെ അടുപ്പിൽ വെച്ചിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങയും ചുവന്നുള്ളിയും കറിവേപ്പിലയും കല്ലുപ്പും വെള്ളത്തിൽ കുതിർത്തി വെച്ച കുറച്ച് കൊൽപ്പുളിയും. അമ്മിയിലാണ് നമ്മൾ ഇത് അരച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചുട്ടുവെച്ച ആ വറ്റൽമുളകിനെ നന്നായിട്ട് അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് കല്ലുപ്പും കൂടിയും ചേർത്തിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ നാളികേരം കൂടി കൂട്ടിച്ചേർത്തിട്ട് ഒന്നുകൂടി അരയ്ക്കുക. പിന്നെ ചെറിയുള്ളിയും വേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അരയ്ക്കണം. അവസാനമായിട്ട് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള കോൽപ്പുളിയുടെ ആവശ്യത്തിന് പുളി എടുത്ത് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ വിഭവമായിട്ടുള്ള ചുട്ടരച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി തൂവിയിട്ട് സെർവ് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് മീൻ വറുക്കണം. അപ്പം അമ്മ അവിടെ ചമ്മന്തി ഉണ്ടാക്കുന്ന ടൈമിൽ അമ്മായിമാർ മീനൊക്കെ വൃത്തിയാക്കുന്ന തിരക്കിലാണ്. ചെറിയ നെയ്ച്ചാളയാണ് കിട്ടിയത് കേട്ടോ. അപ്പം അതാണ് നമ്മളിന്ന് വറുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് അടുത്തൊരാൾ ഇരുന്നിട്ട് അവിടെ കൂർക്ക നന്നാക്കുന്നുണ്ട്. കൂർക്കയാണ് നമ്മളിന്ന് ഉപ്പേരിയായിട്ട് വയ്ക്കാൻ പോകുന്നത്. വീട്ടിലെ ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാർക്കും ഓരോ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ പണിയൊക്കെ വേഗം എളുപ്പത്തിൽ തന്നെ കഴിയും. അങ്ങനെ നമുക്ക് ഉപ്പേരി വെക്കാനുള്ള കൂർക്ക ഏകദേശം ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ അമ്മ നേരെ പോയത് മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാനാണ് കേട്ടോ. മീനും കൂർക്കയൊക്കെ വൃത്തിയാക്കാനുള്ള കാര്യങ്ങൾ അമ്മായിമാർ തകൃതിയായിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. ആ സമയം കൊണ്ട് അമ്മ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി തുടങ്ങുകയാണ്. അങ്ങനെ നല്ല അടിപൊളി ഒരു മുട്ട ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മീൻ വറുക്കാൻ പോവുകയാണ്. മീനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അമ്മായി കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ മസാലയൊക്കെ തേച്ച് അമ്മ ഓരോ മീനായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുകയാണ് കേട്ടോ. അതിനിടയിൽ അടുപ്പിലിരുന്ന് കൂർക്ക അവിടെ റെഡി ആവുന്നുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നമുക്കത് സെർവ് ചെയ്യുന്ന സമയത്ത് കാണാം. മീനൊക്കെ വറുത്ത് കഴിഞ്ഞു. ഇനി ഞാനും അമ്മയും കൂടിയിട്ട് വാഴയില വെട്ടാൻ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ പറമ്പിൽ വാഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ അപ്പുറത്തെ പറമ്പിനെ ആശ്രയിക്കുമല്ലോ. അപ്പോൾ അപ്പുറത്തെ പറമ്പിൽ പോയപ്പോൾ എല്ലാ വാഴയിലയും കീറിയതായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മ കഷ്ടപ്പെട്ട് എത്തിച്ച് പിടിച്ചൊക്കെ ഒരു വാഴയിലേനെ വെട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 വാഴയില എനിക്കും അനിയത്തിക്കും കൂടി മുറിച്ചെടുത്തിട്ടുണ്ട്. തിരിച്ചു വരുന്ന വഴിക്ക് അടുത്ത വീട്ടിൽ നല്ല ഭംഗിയിൽ കുറേ പൂക്കൾ പല നിറത്തിലുണ്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നേരം അതിൻ്റെയൊക്കെ ഭംഗിയൊക്കെ നോക്കി നിന്ന് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിലെ മണി പ്ലാന്റിലൊക്കെ കുറേ ഉണങ്ങിയ ഇലകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ നിൽക്കുന്ന സമയം ആ ഇലകളെയൊക്കെ ഒന്ന് പറിച്ചെടുത്ത് അവരെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ്. വെട്ടിക്കൊണ്ടുവന്ന വാഴയിലയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പിൽ തീ പൂട്ടിയിട്ട് ഇതിനെല്ലാം വാട്ടിയെടുക്കാൻ പോവാണ്.
നമ്മൾ ഇലയൊക്കെ നന്നായിട്ട് അടുപ്പിൽ വെച്ച് വാട്ടിയെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇല വിരിച്ചിട്ട് കുറച്ച് ചോറ് വിളമ്പാം. അത് കഴിഞ്ഞിട്ട് മുട്ട ഓംലേറ്റാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ചുട്ടരച്ച് വെച്ചിട്ടുള്ള ചമ്മന്തി, അത് കഴിഞ്ഞ് കൂർക്ക ഉപ്പേരി, പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കുഞ്ഞിച്ചാള, പിന്നെ ഇതിലേക്ക് ഉണ്ടാക്കിയതല്ലെങ്കിലും വീട്ടിലേക്ക് ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് പരിപ്പും ക്യാരറ്റും ഉപ്പേരി ഉണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ലൂബിക്ക അച്ചാർ ഉണ്ടാക്കിയതുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൊതിച്ചോറിലേക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നമ്മൾ വാഴയിലേക്ക് ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ ഒരു ന്യൂസ് പേപ്പറും കൂടിയും വെച്ചിട്ട് ഈ വാഴയിലേനെ നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. നമ്മൾ പൊതിച്ചോറ് ഇവിടെ നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ട്. നല്ല വാട്ടിയ ഇലയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ആ ഒരു സ്മെല്ല് നമ്മുടെ എല്ലാ ഫുഡിലേക്കും പിടിക്കണം. അപ്പോഴാണ് അതിന് യഥാർത്ഥ ഒരു ടേസ്റ്റ് വരിക. ഫുഡ് കഴിക്കാനുള്ള സമയമായപ്പോഴേക്കും നല്ല മഴ പെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു അടിപൊളി മഴയും അതിൻ്റെ കൂടെ നല്ല വാട്ടിയ ഇലയിലുള്ള പൊതിച്ചോറും കഴിക്കുമ്പോൾ വേറൊരു വൈബ് തന്നെയാണ്. അങ്ങനെ ഒരു 2-3 മണിക്കൂർ പൊതിഞ്ഞ് കെട്ടി എടുത്ത് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. നമ്മുടെ പൊതിച്ചോറൊക്കെ ഇരുന്നങ്ങ് സെറ്റായിട്ടുണ്ട്. ആ വാഴയിലയുടെ ആ വാടിയൊരു മണം എല്ലാ ഫുഡിലേക്കും പിടിച്ചിട്ടുണ്ട് കേട്ടോ. തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആ സ്മെല്ല് കിട്ടുന്നുണ്ട്. തുറന്നു കഴിഞ്ഞാൽ പിന്നെ ആ സ്മെല്ലൊക്കെ കേട്ട് അധികം നേരം ഇരിക്കാനുള്ള ക്ഷമ ഉണ്ടായില്ല എനിക്ക്. അപ്പം ഞാൻ എല്ലാ വിഭവങ്ങളിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. പിന്നെ ഇതിലില്ലാത്തൊരു സംഭവം കൂടെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. മോര് കൂട്ടിയിട്ടാണ് എന്നും ചോറുണ്ണുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ മോരും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ആ വാഴയിലയുടെയൊക്കെ ആ വാട്ടിയ ടേസ്റ്റ് അതുപോലെ തന്നെ എല്ലാ ഫുഡിലേക്കും പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയാണ്. ഇലയൊക്കെ ഇതുപോലെ ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ പൊതിച്ചോറ് ഗംഭീരമായിട്ടുണ്ട്. എൻ്റെ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് കണ്ടിട്ട് കൊതി വരുന്നുണ്ടെങ്കിൽ വെച്ച് താമസിപ്പിക്കണ്ട, വേഗം വിട്ടോ പൊതിച്ചോറ് ഉണ്ടാക്കാനായിട്ട്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.